അങ്ങനെ ആറന്മുള ഉത്രട്ടാതി ജലമേളയുടെ വിശേഷങ്ങൾ തന്നെയാണ്. വിനോദ ആദ്യമായിട്ട് വള്ളംകളി കാണുന്ന ഇവിടെ? ഞാൻ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നത് എൻ്റെ അമ്മ നാട് എന്ന് പറയുന്നത് പൂവത്തൂർ പടിഞ്ഞാറാണ്. അവിടെ കുട്ടിക്കാലത്ത് ഓണാവധിക്ക് അങ്ങോട്ടേക്ക് പോകും. അപ്പൊ അവിടുത്തെ വലിയ ആഘോഷം എന്ന് പറയുന്നത് ഈ വള്ളങ്ങൾ പോകുമ്പോൾ ഈ പുകയിലയും അതേപോലെ തന്നെ വെറ്റപ്പാക്കൊക്കെ വെച്ച് ആണ് നമ്മൾ യാത്രയാക്കുന്നത്. അത് വലിയ വഴിപാടാണ്. അപ്പോൾ അത്തരത്തിൽ ഈ കുഞ്ഞുനാളിൽ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഒക്കെ അടക്കം ഈ പള്ളിയോടങ്ങളെ യാത്രയാക്കാം. അതായത് ഈ ആറന്മുള കരയിലേക്ക് വള്ളത്തെ യാത്രയാക്കുന്ന വലിയ ചടങ്ങ്. അത് കൊച്ചുനാളിൽ പോയി ആ വള്ളത്തിന് എൻ്റെ കൈകൊണ്ട് പുകയില സമർപ്പിച്ച ഓർമ്മ എനിക്ക് ഇന്നും ഉണ്ട്. ആ ചടങ്ങുകളൊക്കെ ഇന്നും ഉണ്ട്. നമ്മൾ ആ നാട്ടിലൊക്കെ ചെന്നാൽ ഓരോ വള്ളങ്ങളും ഇത്തരത്തിൽ നാട്ടുകാർ വലിയ ഭക്തി ആദരപൂർവ്വം തൊഴുത് നിലവിളക്ക് കത്തിച്ച് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനെ സങ്കല്പിച്ചാണ് ഈ പള്ളിയോടങ്ങളെ യാത്രയാക്കുന്നത്. അങ്ങനെ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്കായുള്ള കാത്തിരിപ്പാണ്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ വള്ളംകളി ഓർമ്മകൾ, എന്റെ ജലോത്സവ ഓർമ്മകളൊക്കെ പറഞ്ഞു. ഗൗതത്തിനും കാണും അതേപോലെ അല്ലേ ഓർമ്മകൾ? എന്താണെന്ന് പങ്കുവെക്കാം. വളരെ വ്യത്യസ്തമായ ഒന്നാണ്. ഞാനൊരു വലിയ വള്ളംകളി പ്രേമിയാണ്. പക്ഷെ ഞാൻ ആദ്യമായി കണ്ട വള്ളംകളി ആറന്മുളയതല്ല, നെഹ്റു ട്രോഫി അല്ല, ഇനിയും ഇന്ദിരാഗാന്ധി ജലമേള അല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നത് നമ്മുടെ മാതാ അമൃതാനന്ദമയി ദേവി ഉണ്ടല്ലോ. അതായത് വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെ ജന്മദിനത്തിന് തലേ ദിവസം അവിടെ വള്ളംകളി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. അത് ഒരുപക്ഷെ അധികം ആളുകൾക്ക് അറിയില്ല. അത് അന്ന് ഞാൻ വളരെ കുഞ്ഞാണ്. എനിക്ക് തോന്നുന്നു അതൊരു 98, 99, 2000 കാലത്ത് 3 വർഷമേ നടന്നിട്ടുള്ളൂ. ഇപ്പൊ വള്ളിക്കാവിലെ അമ്മയുടെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനം സാധാരണയായി സെപ്റ്റംബർ 27 അമ്മയുടെ ജന്മദിനം. സെപ്റ്റംബർ 26 അമൃതപുരി ചേട്ടൻ അറിയാമോ? ഫ്രണ്ടിൽ കായലും ബാക്കിൽ കടലിന്റെ മധ്യത്തിലാണ്. ആ കായലിൽ വലിയ വള്ളംകളി നടക്കുമായിരുന്നു. പിന്നീട് അത് നിർത്തി. അതിന് പല കാരണങ്ങൾ കാണും. അതിനെപ്പറ്റി എനിക്ക് വലിയ ബോധ്യമില്ല, എന്തുകൊണ്ടാണ് നിർത്തി എന്നതിനെ പറ്റി അറിയില്ല. പക്ഷെ ആ വള്ളംകളിയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വള്ളംകളി കാണുന്നത്. അപ്പം ഈ കുട്ടനാട്ടിലെ വളരെ പ്രധാനപ്പെട്ട വള്ളങ്ങളുണ്ടല്ലോ, ചമ്പക്കുളം, കാരിച്ചാൽ, നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഈ വള്ളങ്ങൾ അതെ. അങ്ങനെ അമൃതപുരിയിൽ നടക്കുന്ന ഈ വള്ളംകളിക്കായിട്ട് ഈ പ്രമുഖ വള്ളങ്ങളൊക്കെ അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ വള്ളംകളി കാണുന്നത്. എന്തായാലും നമ്മുടെ ജനം കുടുംബത്തിൽ നമ്മൾ രണ്ടുപേരും ഇവിടെ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മുടെ കരയ്ക്ക് എന്തായാലും പള്ളിയോടമില്ല. നമ്മൾ മറ്റു കരയുടെ ഒക്കെ കൂടുക വിശ്വാസി എന്ന നിലയിൽ കൂടുകയാണ്. ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണെന്ന് പറഞ്ഞ കൂടുക. പക്ഷെ നമ്മുടെ കൂടെ ഒരാള് സ്വന്തമായിട്ട് പള്ളിയോടത്തിൽ പോയി തുഴഞ്ഞിട്ടുള്ള വള്ളക്കാരൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ? നമ്മുടെ സ്വന്തം നിഖിലാണ്. അപ്പൊ നിഖിൽ വരും. അപ്പോൾ നിഖിലാണ്. എനിക്ക് തോന്നുന്നു പള്ളിയോടങ്ങളെല്ലാം ഇന്ന് കറപ്പണിഞ്ഞ് എല്ലാം നല്ല കരിനാഗങ്ങളെ പോലെയാണ് പമ്പാ നദിയിൽ അങ്ങനെ കുതിക്കാൻ വേണ്ടി പാഞ്ഞ് എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു നിഖിൽ ഇന്ന് പള്ളിയോടത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കറുത്ത ഷർട്ടൊക്കെ ഇട്ട് വന്നത്. സാധാരണ പൂക്കളുള്ള ഷർട്ടാണ് ഇടുന്നത്. ഇന്ന് കറുത്ത ഷർട്ട്. അത് പള്ളിയോടത്തിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി സാഹചര്യത്തിനനുസരിച്ച് ഷോ കാണിക്കാൻ എല്ലാ കളറും ഉണ്ട്. അത് ആവശ്യമുണ്ടല്ലോ. പിടിച്ചു നിൽക്കാൻ വേണ്ടി. അതൊക്കെ പോട്ടെ. തൈമറവൻകാരാക്കി ട്രോഫി കിട്ടുമോ? കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് 2 വർഷം മുമ്പ് നമ്മൾ മന്നൻ ട്രോഫി 3 വർഷം മുമ്പ് നമ്മൾ മന്നൻ ട്രോഫി നേടിയിരുന്നു. മേപ്പറം തൈമറ 2 കര. അതൊരു കരയോഗം എന്നതിലുപരി അതൊരു വേണുഗോപാലൻ പള്ളിയോട സമിതി എന്ന് പറഞ്ഞ പള്ളിയോട സമിതിയുടെ പേരിലാണ് 2 കരകൾ ചേർന്നിട്ട് രൂപീകരിച്ചൊരു പള്ളിയോട ബി ബാച്ച് പള്ളിയോടമാണ്. 2 കരകൾ ചേർന്ന് മേപ്പറം തൈമറവങ്കര അങ്ങനെ 2 പള്ളിയോടങ്ങൾ 2 കരകൾ ചേർന്ന് രൂപീകരിച്ച വേണുഗോപാലൻ പള്ളിയോട സമിതി എന്ന് പറഞ്ഞ പള്ളിയോട സമിതിയുടെ പേരിലാണ് പള്ളിയോടം ഉള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആറന്മുളക്കാർക്ക് ശരിക്കും ഓണം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കാൻ കേരളത്തിലെത്തും എന്ന് പറയുന്നത് പോലെയാണ് ആറന്മുളക്കാർ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഓണം ആഘോഷിക്കാൻ ആ ഉത്രട്ടാതി ദിവസം എന്തായാലും ആറന്മുള ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ് ഉത്രട്ടാതി ദിവസം ആറന്മുള എത്തുക എന്നുള്ളത്. ഒന്നെങ്കിൽ പള്ളിയോടത്തിൽ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ വള്ളത്തിൽ തുഴച്ചിൽക്കാരനായിട്ടൊക്കെ പോയിട്ടുള്ളത്? ഏത് പ്രായത്തിൽ? അതൊന്നും പറയാമോ? അത് ചെറുപ്പകാലം മുതൽ ഇങ്ങോട്ടുണ്ട്. പക്ഷേ നമ്മുടെ പള്ളിയോടം പണ്ടുണ്ടായിരുന്നത് കാലപ്പഴക്കം മൂലം അത് നശിച്ച് കുറേ നാളായിട്ട് നമ്മൾ വള്ളപ്പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. മങ്കൊമ്പിൽ നിന്ന് നമ്മൾ പണ്ട് വാങ്ങിയൊരു പള്ളിയോടമായിരുന്നു. അങ്ങനെ കാലപ്പഴക്കം മൂലം അത് കുറേ നാളിങ്ങനെ ഇരുന്നു. കുട്ടനാട്ടിൽ നിന്ന് വാങ്ങിയാണ്. അതെ, മങ്കൊമ്പിൽ നിന്ന് വാങ്ങി ഇവിടുത്തെ ഇതിലേക്ക് മാറ്റി എടുത്തൊരു പള്ളിയോടമാണ്. ഇപ്പോഴും നമ്മൾ പള്ളിയോടം ഈ വള്ളംകളിക്ക് മുൻപായിട്ട് നമ്മൾ അവിടെ പോയി മങ്കൊമ്പിൽ പോയിട്ട് മങ്കൊമ്പ് ദേവിയുടെ അവിടെ പോകും. നമ്മൾ മന്നൻ ട്രോഫി നേടിപ്പോയി ട്രോഫിയും കൊണ്ട് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ പോയിരുന്നു.